നല്ല ക്രോസ് വെന്റിലേഷൻ ആണ് ഇവിടെ നിൽക്കുമ്പോഴേ. നല്ല രസമുണ്ട്. അല്ല, കുറച്ച് കോസി ഫീൽ ഉണ്ട്. നമുക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു പ്രൈവറ്റ് സ്പേസ് അവർക്കുണ്ട്. ഇപ്പൊ ചായ കുടിക്കാനും പത്രം വായിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇതുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇതാ ഇങ്ങനൊരു ഇത്രയൊരു സ്പേസ് മാത്രം അങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. ഇതിനൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ട്. ഇവരിയ്ക്കുന്ന ആരും കാണുമൊന്നുമില്ലല്ലോ. അല്ല, സിംഗിൾ സ്റ്റോറി ആവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാമത് റിട്ടയർ ആകാൻ പോവാണ് ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മകനുള്ളൂ. പല വീടുകളിലും അപ്സ്റ്റെയർ നമ്മളിപ്പോൾ ഒരു വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അപ്സ്റ്റെയറിലെ കൊച്ചിനെ ചിലപ്പോൾ ബെല്ലടിച്ചിട്ട് വിളിച്ചാലും ചിലപ്പോൾ അവൻ താഴെ വരില്ല. പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മാത്രമേ വരുള്ളൂ. പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിള്ളേരുടെ കപ്പ് സോണാണ് ടോപ്പിൽ, കാരണം വേറെ ആരുമില്ല. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം, അവിടെ ആരും ചോദിക്കൂല. ആ ഒരു അവസ്ഥ വേണ്ടാന്ന് വെച്ചിട്ട് മെയിനായിട്ട് ചെയ്തത്. പിന്നെ പ്ലസ് ഏജിലല്ലേ, നമുക്ക് എപ്പോഴും മുകളിലേക്ക് കയറാൻ പറ്റൂല. പടിഞ്ഞാറൻ വെയിലിന്റെ ആ ഒരു ഭംഗിയും ഷാഡോസും ഒക്കെയാണ് ഈ വീണിരിക്കുന്നത്. യൂഷ്വലി എല്ലാവരും ഒരു ബേ വിൻഡോ എന്നുള്ള കോൺസെപ്റ്റില് ഫുൾ കവേർഡ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു കൗച്ച് ചെയ്യാന്ന് പറഞ്ഞു. അത് അവർ ആ ഫുൾ ഫ്രീഡം തന്നുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇവിടെ പ്രൈവസി വേണ്ട ഭാഗത്ത് കറക്റ്റ് ആയിട്ട് മറയുന്നുണ്ട്. എന്നാൽ ഡേ ലൈറ്റ് കിട്ടേണ്ട ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു കർട്ടൻ. നല്ല രസമായിട്ട് തോന്നിയത് ചെടികളുടെ ഹെൽത്ത് ആണ്. മൊത്തത്തിൽ ആ ഓരോ ചെടിക്കും നല്ല ഹെൽത്തി ആയിട്ടാണ്. അതൊരു എക്സ്ട്രാ കെയർ ആണ് കാണിക്കുന്നത്. ചെടികൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതിൽ മനസ്സിലായി. വെരി ഗുഡ്. പലപ്പോഴും എളുപ്പമല്ല ഇത്ര ഹെൽത്തി ആയിട്ട് ചെടികൾ കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു വലിയൊരു ജയന്റ് മിറർ കൊടുക്കുന്നോണ്ട് തന്നെ ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു മൾട്ടി ഫംഗ്ഷനിലാന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. വലിയ ആ ഒരു പോർഷൻ വരുന്ന അയണിംഗ് ആണ്. വാഷ് ചെയ്ത ക്ലോത്ത്സ് കൊണ്ടിടാനും അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാനും. അങ്ങനെ രണ്ട് കുട്ടികൾക്ക് ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക വൈബാണ്. എന്താന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇരുന്ന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പോകില്ല, വിളിച്ചാലും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നാ എന്ന് പറയുള്ളൂ. ചെയ്ത് ഭംഗിയിലിടാം, പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ്. ഒരു ടിപ്പിക്കൽ കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടാണിത്. ഒറ്റ നിലയിൽ 3 ബെഡ്റൂമും ഹാള് കിച്ചൺ ഉള്ള രീതിയിലാണ് ഈ വീടിന്റെ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മനോഹരമായ സിംഗിൾ സ്റ്റോറി വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ പ്ലാറ്റ്ഫോം ആർക്കിടെക്ട്സ് ആണ്. 28 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് തീർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കുന്ന സിംഗിൾ ഫ്ലോർ വീടാണ്. അപ്പം ത്രൂ ഔട്ട് മതിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഒരു ഡിസൈനാണ് നമുക്ക് കാണുന്നത്. വളരെ പ്ലെയിൻ ആയിട്ട് മുകളിൽ മാത്രം വീടിനോട് ചേരുന്ന ടൈപ്പ് കുറച്ച് പ്ലാസ്റ്ററിങ്ങിലുള്ള ചെറിയ ഒരു ഗ്രൂ പാറ്റേൺ ഒക്കെ കാണാം നമുക്ക്. ഇടവിട്ട് അതുകൊണ്ട് ആ സ്പോട്ട് ലൈറ്റ് കൊടുത്തേക്കുന്ന ആ ഭാഗത്തെല്ലാം തന്നെ MS-ന്റെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കാഴ്ച, ഒരു സീ ത്രൂ ഫീലുണ്ട്, എന്നാൽ ആവശ്യത്തിന് മറയുണ്ട്. അതേ ഒരു ഫിനിഷിങ് വരുന്ന രീതിയിലാണ് മെയിൻ ഗേറ്റ് ആയാലും MS തന്നെ ചെയ്തിരിക്കുന്നു. കോർണറിൽ വേണ്ട ഇങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് നമ്മുടെ വീടിൻ്റെ പേരും ഒക്കെ എഴുതി റോഡ് ലെവലിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ടാണ് പ്ലോട്ട് കാണുന്നത്. അപ്പം അതിലിന് വെളിയിലായാലും ഒരു ഡാർക്ക് കളറിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചും കൂടെ ആ വൈറ്റിനൊരു എടുപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഇതിൻ്റെ സൈഡ് എലിവേഷനിൽ നോക്കുമ്പോൾ കാണാം ആ ഗ്രില്ല് പോയേക്കുന്നത്. ആ ഒരു കറക്റ്റ് ഒരു ഇൻ്റർവെല്ലിൽ അതിങ്ങനെ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് കാണുന്ന കൂര പോലെ തന്നെ സൈഡിലായാലും കേബിൾ റൂഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. ഓക്കെ, നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്ന് നേരെ കയറുമ്പോൾ തന്നെ കാർ പോർച്ചിലോട്ടാണ് അതിൻ്റെ ഒരു വിഷ്വൽ വരുന്നത്. മെയിൻ കളർ എല്ലാം വന്നിട്ട് ഒരു സട്ടിൽ ഗ്രേ കളറിലെ പെയിൻ്റ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കുറച്ച് പ്ലാസ്റ്ററിലുള്ള ഗ്രൂ എലമെൻസും ഡെക്കോർ എലമെൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫ് ടൈൽ ചെയ്തിരിക്കുന്നതായാലും കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല ഫിനിഷിങ്ങും അതിൻ്റെ പാറ്റേണും നല്ല രസമുണ്ട്. അത് വന്നിട്ട് അവർ ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ടൈലാണ്, ക്ലൈ ടൈൽ തന്നെയാണ്. ബ്രൗൺ കളറാണ്. അപ്പം ബ്രൗൺ ഗ്രേ വൈറ്റിൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡാണ് ഈ വീടിൽ മെയിൻ കളറായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു പേവിംഗ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഔട്ട്ഡോർ ടൈലായിട്ടുള്ള ഒരു ടൈലാണ്. അതും ഒരു രസമുണ്ട്. ഇങ്ങനെ അകത്തെല്ലാം സ്ക്വയർ പോലത്തെ ഷേപ്പ് ഉണ്ടെങ്കിലും പുറത്ത് തന്നെ ഇതാണ് ഒരു 30x30 സ്ക്വയർ ടൈലാണ്. അവർ സൈഡിലോട്ടൊക്കെ വരുവാണെങ്കിൽ അത് ജസ്റ്റ് ഇന്റർലോക്ക് ടൈൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം തന്നെ ഈ ഭാഗത്തെല്ലാം ഫ്രൂട്ട് ട്രീസ് ഒക്കെ വെച്ച് ഇങ്ങനെ പോയേക്കാണ് സൈഡിലുള്ള ഏരിയ എല്ലാം. ഇവിടെ വിൻഡോ വന്നേക്കുന്നു. അപ്പോൾ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഏത് ടൈപ്പ് മറ്റേ ചൈനീസ് ബാമ്പു പോലത്തെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇത് പടർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലാന്റർ ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് പടർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രൈവസിയും കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ലോൺ ഏരിയ ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ആയാലും നമ്മൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഗ്രീനും ആ ജോർജിയൻ ബാർസും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതും ഒരു ഗ്രീൻ സ്പേസ് ആയിട്ട് തന്നെ അവർ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പെബിൾസും വെർട്ടിക്കലി നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെച്ച് രസമായിട്ടുണ്ട്. പേവിംഗ് ടൈലിനുള്ളിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗിയൊക്കെ രസമായിട്ടുണ്ട്. ഈ പോർഷനിലായാലും വിൻഡോ കൊടുത്തേക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഒരു പ്ലാന്റർ ബോക്സും
അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് പെഡസ്ട്രിയൽ ഗേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെയ്ബറിംഗ് വീടും ആ സൈഡിലെ വീടും എല്ലാം തന്നെ വീടിൻ്റെ ഓണറിൻ്റെ ബ്രദേഴ്സിൻ്റെ വീടാണ്. സിറ്റ് ഔട്ടിലോട്ടുള്ള ഹൈറ്റ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ്. അത് അത്യാവശ്യം നല്ല ബ്രോഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വരെയും തന്നെ മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മൾ കണ്ട അതേ പേവിംഗ് ടൈൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഗ്രിപ്പും ഉണ്ട് കേട്ടോ. ഔട്ട്ഡോർ ടൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന കജാരിയുടെ 4x2 സൈസിലുള്ള ടൈലാണ്. അതിനൊരു മാറ്റ് ഫിനിഷ് ഗ്രേ പാറ്റേണിൽ തന്നെയാണ്. അതായത് ഇവിടുത്തെ മെയിൻ വാൾ പെയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്കേർട്ടിങ്ങിൻ്റെ മുകളിലായാലും നമുക്ക് കാണാം ഒരു ടീക്കിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ പെയിന്റും താഴത്തെ ഗ്രേയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ അത് രണ്ടിനും പ്രോപ്പർ കളർ ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതും കളേഴ്സിനെ ഒന്ന് പോപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസും ഡോറുകളും എല്ലാം തന്നെ ടീക്കിലാണ് ചെയ്തിരിക്കുന്നത്. PU പെയിന്റ് ഫിനിഷിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വിൻഡോ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അതിനും ചെറിയൊരു ബോർഡർ പോയിട്ടുണ്ട്. കണ്ടോ, സിമെന്റ് പ്ലാസ്റ്റർ കൊണ്ട് തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടാണ് അതിനുള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. വിൻഡോയോടുകൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെയിൻ ഡോറാണ്. അത്യാവശ്യം നല്ല സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ മെയിൻ ഫ്രെയിം ആയാലും ഓൾമോസ്റ്റ് ഒരു 8 ഫീറ്റോളം ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലായാലും അതുപോലെ തന്നെ. പിന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ഷേപ്പ് ആൻഡ് ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ഗ്രൂപ്പ് പാറ്റേൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെയിൻ ഡോർ തുറന്ന് കയറുന്ന ഈ ഒരു സ്പേസ് വന്നിട്ട് ഒരു ഫോയർ കം പ്രയർ സ്പേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഭാഗം നോക്കുവാണെങ്കിൽ ഈ ഭിത്തി മുഴുവൻ അവർ പ്രയർ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ ഉള്ളൊരു വെൽക്കമിങ് സ്പേസ് പോലെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് വാൾപേപ്പർ ആണെന്നേ തോന്നുള്ളൂ. പക്ഷേ ഇതൊരു പെയിന്റിങ് ചെയ്തേക്കാണ് കേട്ടോ. അത് വളരെ ഇവിടുത്തെ കറക്റ്റ് കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ സബ്റ്റിൽ ലെവലിലുള്ള ഫ്ലവേഴ്സും ആ ഒരു ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കജാരിയുടെ തന്നെ ഒരു വുഡൻ പ്ലാങ്ക് സ്റ്റൈലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ലേ ചെയ്തേക്കുന്നതിന്റെ ആ ഒരു പാറ്റേണിന്റെ ഭംഗിയാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. ഒരു ബോർഡർ പോലെ ത്രോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 6 പാറ്റേണിലാണ് ഇത് ലേ ചെയ്തേക്കുന്നത്. അതേ ഫിനിഷ് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഇവർ ടീക്കിൽ വർക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പാനലിംഗ്. അപ്പൊ അതിന്റെ നടുക്കായിട്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിനെ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രയർ സ്പേസ് ആൻഡ് ക്യാൻഡിൽ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർമൽ ലിവിംഗ് സ്പേസും കൂടെ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ അത്ര ഏരിയ ഒക്യുപ്പൈ ചെയ്ത് തന്നെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. മുകളിൽ നമുക്ക് കാണാം ഒരു വൈറ്റ് കളറിൽ, അതും പ്യൂർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് രീതിയിലുള്ളത്. സൈഡിൽ വരുന്ന പെയിന്റ് എല്ലാം ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെ ആ ഗ്രേ ടോണിൽ തന്നെ വന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വുഡിന്റെ കളർ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫോർമൽ ലിവിംഗ് സ്പേസിലോട്ട് വരാം. ഓക്കെ, നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസ്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം 4x2 ടൈല് തന്നെ ഇങ്ങോട്ടും വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ആയാലും വളരെ നല്ല ഫിനിഷിംഗ് ആണ്. ആർക്കിടെക്ട്സിൻ്റെ തന്നെ ഒരു സബ് ഡിവിഷൻ പോലത്തെ ഒരു ഫേമാണ് ഹോം ഫാബ്. അവർ തന്നെയാണ് ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി ഫർണിച്ചറും ബെഡ്റൂംസിലെ ബെഡുകൾ, കർട്ടൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ആർക്കിടെക്റ്റ് തന്നെ അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫ്രീഡം, ഈസ് ഓഫ് വർക്ക് എല്ലാം നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഫിനിഷിങ്ങും ക്വാളിറ്റി ഔട്ട്പുട്ടിലൊക്കെ അറിയാനും ഉണ്ട്. കർട്ടൻസ് ആണെങ്കിലും 2 ലെയറിലായിട്ടുള്ള രീതിയിൽ അവർ ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ നോക്കുമ്പം ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടനും ഷിയർ കർട്ടനും ഒക്കെ കാണാം. ഇവിടെ രണ്ടിൻ്റെയും പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈവസി വേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് മറയുന്നുണ്ട്, എന്നാൽ ഡേ ലൈറ്റ് കിട്ടേണ്ട ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു കർട്ടൻ. അപ്പോൾ അതും കറക്റ്റ് ഇവിടുത്തെ ലൈറ്റിങ്ങും പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന പെയിന്റ് കളേഴ്സുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഫാബ്രിക്കാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റഗ്ഗും ഒക്കെ ഇട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ നല്ല കോർണർ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭിത്തി നോക്കുവാണെങ്കിൽ ഇവിടും വന്നിട്ട് അതുപോലെ തന്നെ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഒരു ടെക്സ്ചർ ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭിത്തിക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ നല്ലൊരു പെയിന്റിങ് പോലെ. ഇവിടെ ആയാലും ത്രൂ ഔട്ട് സ്കേർട്ടിന്റെ മുകളിലെല്ലാം ടീക്കിന്റെ തന്നെ ആ ഒരു വുഡന്റെ ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ത്രൂ ഔട്ട് പാസ് ചെയ്ത് പോയി ഈ എൻട്രൻസിന്റെ ഏരിയയിലോട്ടൊക്കെ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഇതും ടീക്കിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്പേസിൽ നിന്ന് അടുത്തൊരു സ്പേസിലോട്ടുള്ള ഒരു വ്യത്യാസം അവർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ദൂരത്തു നിന്നുള്ള ഒരു വ്യൂവിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു പെയിന്റിന്റെയും സീലിംഗിന്റെ ഒക്കെ ഒരു ഭംഗി. ഫ്ലോർ ടു സീലിംഗ് അവർ ഏകദേശം ഒരു 12 അടിയോളം കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ ഒരു ടോപ്പ് പോർഷൻ ഒക്കെ തന്നെ വന്നിട്ട് 8 ഫീറ്റോളം ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് കം ലിവിംഗ് സ്പേസ് ആണ്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം എന്ത് വലുപ്പത്തിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത്. അത്രയും തന്നെ ഡേ ലൈറ്റ് കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ സൗകര്യം. കാരണം ഈ ഒരു സ്പേസിൻ്റെ 2 ഭാഗത്തും വലിയ സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ് ഒക്കെ കൊടുത്തിട്ട് ഒരു പാഷ്യോ സ്പേസും കോർട്ട്യാർഡ് സ്പേസും ഒക്കെ ആയിട്ട് അങ്ങനെ സ്പേസസ് ഡൈവേർട്ട് ചെയ്ത് പോയേക്കാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അതായാലും എല്ലാം ടീക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് ടേബിൾ പറയാനാണെങ്കിൽ അതും ടീക്കിൽ തന്നെ ചെയ്തിട്ട് ഒരു 6 സീറ്റർ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളെല്ലാം തന്നെ ഒരു ബ്രാസ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഒരു ക്യാൻഡിൽ കത്തിക്കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു പഴയ സ്റ്റൈൽ ഓഫ് രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് ഇതിപ്പം വെസ്റ്റ് സൈഡാണ്. ഇവിടെ നിന്നുള്ളൊരു ലൈറ്റും ഷാഡോ ഒക്കെ വീഴുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് ഈസ്റ്റ് ആയതുകൊണ്ട് രാവിലെ ഒരു ഉച്ച വരെ ആ ഭാഗത്തു നിന്നുള്ള ലൈറ്റും കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല രസമുണ്ട്. ഇതാ നമ്മൾ ആ പടിഞ്ഞാറൻ വെയിലിൻ്റെ ആ ഒരു ഭംഗിയും ഷാഡോസും ഒക്കെയാണ് ഈ വീണിരിക്കുന്നത്. അതിനാണ് ആ ഒരു പോസിറ്റീവ് ഫീലും തരുന്നത്. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന ഈ ഒരു പോർഷൻ വന്നിട്ട്
ഇത് ഇവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഇത് അത്യാവശ്യം നല്ല ഈ എൻ്റയർ ലിവിങ്ങിൻ്റെ സ്പേസ് തന്നെ ഈ ഒരു പാഷ്യോ സ്പേസും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ടഫൻ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഡയറക്റ്റ് റെയിൻ ഇവിടെ വീഴാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റ് കയറുന്നുണ്ട്. അതിൻ്റെ അടിയിലാണെങ്കിൽ വലിയ GA സ്ട്രക്ചറിൻ്റെ ഒരു ഗ്രില്ല് ത്രൂ ഔട്ട് സീലിങ്ങിലും സൈഡിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏരിയ സെക്യൂർ ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പെബിൾസും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ടൈൽസിൻ്റെയും കൂടെ ഒരു മിക്സിലാണ് ഇവർ പോയേക്കുന്നത്. എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തേക്കുന്ന അതേ ഒരു കളറാണ് ഈ കാണുന്നത്, ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ. അപ്പോൾ അതിനകത്ത് വൈറ്റ് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ്. ഈ സൈഡിലൊക്കെ വന്നിട്ട് ഒരു ബ്രിക്ക് ക്ലാഡിങ് പോലത്തെ ഒരു എലമെൻ്റാണ് ഈ ഒരു ഭാഗത്ത് പോയേക്കുന്നത്. അപ്പം ഇതൊരു ടെറാക്കോട്ട കളർ, വൈറ്റ്, ഗ്രീൻ, ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനൊരു പ്രൈവറ്റ് സ്പേസ് അവർക്കുണ്ട്. ഹൗസ് ഓണേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ചായ കുടിക്കാനും പത്രം വായിക്കാനും ഒക്കെ പറ്റിയൊരു സ്പേസ് ആയിട്ട് ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ഫ്രീ ആയിട്ട് ഓപ്പൺ ഏരിയ പോലെ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇത്രയൊരു സ്പേസ് മാത്രം അങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. ഇതിനും ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ട്. ഇവരിയ്ക്കുന്നത് ആരും കാണുമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. അഗെയിൻ നമ്മൾ മെയിൻ ഡോറിലൊക്കെ കണ്ട പോലത്തെ സിമ്പിൾ ഗ്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ്ങിലുള്ളവർക്ക് കൈ കഴുകിയിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഗസ്റ്റ് ബെഡ്റൂമിലുള്ളവർക്ക് ഈ ഡോർ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇത് അടച്ചിട്ട് ഇത് അവരുടെ ഒരു എൻ്റയർ പ്രൈവറ്റ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്, കോമൺ ടോയ്ലറ്റ്. വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. നല്ല എലഗൻ്റ് ആയിട്ട് ടീക്കിൻ്റെ ലെഗ് ഒക്കെ കൊടുത്ത് ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സിംബോളോടെ ഒരു സ്ലാബ് ടൈൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബേസിൻ കൊണ്ട് വെച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായാലും ഇങ്ങനെ ഒരു ഗ്ലാസ് പാനൽ കാണാം. അതിനും ടീക്കിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ട് അത് അപ്പുറത്തൊരു സ്റ്റെയർ കാണാം. അത് മുകളിലത്തെ ഡ്രസ് വർക്ക് ചെയ്തേക്കുന്ന ഏരിയയിലോട്ട് പോകുന്നതാണത്. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അതും നല്ല രസമുണ്ട് ഇവിടുന്ന് ഈ ഒരു ഫ്രെയിം പോലെ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാൻ. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടൈല് അങ്ങനെ ഒരു ലീനിയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു ഗോൾഡൻ ഗ്ലോസി എപ്പോക്സി വെച്ചിട്ടാണ് അത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ ആസ് യൂഷ്വൽ ഈ വീട്ടിൽ ഒരിടത്തും ഫാൾ സീലിംഗ് ചെയ്തിട്ടില്ല. ഗസ്റ്റ് റൂമിലായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ലിവിങ്ങിലൊക്കെ കണ്ട അതേ ഗ്രേ കളറിലെ പെയിന്റ് ഫിനിഷ് തന്നെയാണ് ഈ ഭാഗത്തും വന്നിരിക്കുന്നത്. ഫ്ലോറിൽ സെയിം ടൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തായാലും വളരെ എലഗൻ്റായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ലൂവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ടീക്കിൽ തീർത്തേക്കുന്ന വാർഡ്രോബ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിൽ ഒരു ആംഗിൾ ഷേപ്പിലാണ് ഇവിടെ മിറർ അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നിന്ന് വേണമെങ്കിൽ ഒരുങ്ങാം, ഇങ്ങനെ നിന്നൊരുങ്ങാം. ഇതിൻ്റെ ഡ്രോയേഴ്സ് ആയാലും എല്ലാം കംപ്ലീറ്റ്ലി ടീക്കിൽ തന്നെ കൊടുത്തിട്ട് ഒരു ബ്രാസ് ഫിനിഷുള്ള ഗ്രാബ് ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീക്ക് ഫിനിഷും അപ്പോൾസ്ട്രി വർക്കും ഒക്കെ ചെയ്തിട്ട് ഒരു എലഗൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രം ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദാണ്ട് ഇങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ടീക്കിൽ തന്നെ തീർത്തേക്കുന്ന 2 സൈഡ് ടേബിളും ഇവിടെ ഈ ഫർണിഷിംഗ് ആയാലും എല്ലാം ഇവർ ചെയ്തേക്കുന്ന ഹോം ഫാബ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു ഷിയർ കം ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം. 2 പർപ്പസും സെർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. വലിയ കട്ടിയില്ല, എന്നാൽ അത്യാവശ്യം ലൈറ്റ് കടത്തി വിടുന്നുമുണ്ട്. എല്ലാം ടീക്കിൽ യൂസ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു അപ്പ് ഫീൽ ഉണ്ട് ശരിക്കും. പിന്നെ ഈ ഒരു സ്പേസ് സ്റ്റഡി ടേബിളായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസിന്റെ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകാനുള്ളൊരു ഡോറും ഉണ്ട്. ഇവിടെ ആയിട്ട് TV കൺസോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെങ്തിലൊരു സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് TV ഒക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് TV കൺസോളിന്റെ ബാക്കിലത്തെ വോളിൽ ചാർക്കോൾ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു TV കൺസോൾ ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഡിസൈനും ഒക്കെ കൊടുത്ത് താഴോട്ട് സ്ലീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കിച്ചണും കാണാം. കിച്ചന്റെ ഡോറ് വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. PU ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്ലേസ്ഡ് ആണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പൊ കയറുമ്പോൾ, അതായത് ഓപ്പൺ കിച്ചൺ അല്ല, ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആണ്. അപ്പൊ പുറത്തോട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ എത്തത്തില്ല. നമ്മൾ ഡോറ് കണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഇപ്പൊ ഇവിടെ 2 പേരേ ഉള്ളൂ. ഇവിടുത്തെ ആന്റി അങ്കിളും. അപ്പൊ 2 പേർക്ക് ഫുഡ് കഴിക്കാനുള്ള 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സ്പേസ് ആണ് കിച്ചണിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ക്യാബിനറ്റ്സ് ഒക്കെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഒരു കിച്ചന് കൊടുത്തിട്ടുള്ളത്. റെഫ്രിജറേറ്റർ, അവൻ ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ഷെൽഫ് പോലെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം പെയിന്റ് തന്നെയാണ് ഈ കിച്ചണിനുള്ളിലും കൊടുത്തിട്ടുള്ളത്. ഒരു ബേജ് കളറാണ്, ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ബേജ് കളറാണ്. ടൈലിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മുടെ 4x2 ടൈല് തന്നെ, കജേരിയ ടൈല് തന്നെ കിച്ചണിലോട്ടും വരുന്നു. തൊട്ടിപ്പുറത്തായിട്ട് യൂട്ടിലിറ്റി ഉണ്ട്. ഒരു വർക്കിംഗ് കിച്ചണുമായിട്ടാണ് അവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഡോർ പാർട്ടീഷൻ ഒന്നും ഇല്ല. ആ ഒരു ലിൻഡർ ലെവൽ
ലെവലിലുള്ള ഒരു കട്ട് അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള ഡിഷ് വാഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു 3 BHK ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഗസ്റ്റ് റൂം ആയിരുന്നു, അത് നിങ്ങൾ കണ്ടു. ഇനിയുള്ളത് 2 ബെഡ്റൂമാണ്, ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും ഇവിടുത്തെ സണ്ണിന്റെ ബെഡ്റൂമും ആണുള്ളത്. ലിവിംഗിൽ നിന്ന് ഇങ്ങോട്ടൊരു ഫയർ സ്പേസിലോട്ട് കയറുകയാണ്. ഈ ഒരു ഫയർ സ്പേസിൽ തന്നെയാണ് അവർ 2 ബെഡ്റൂംസ് ബാക്കിയുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കയറിയിട്ട് വരാം. ഇതിന്റെ ഡോർ ആണെങ്കിലും PU ഫിനിഷ് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ടീക്കിൽ ചെയ്ത ഡോറാണ്. അപ്പൊ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ വലിയ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ നല്ലൊരു ബെഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡിൽ കൊടുത്തിട്ടുള്ള കർവിങ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു കൊളോണിയൽ ടച്ച് കിട്ടുന്ന രീതിയിലാണ്. ഈ ബെഡിന്റെ ഹെഡ് സ്പേസിലായിട്ട് ലെതറിന്റെ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും പെയിന്റിന്റെ ഒക്കെ ആ ഒരു കളർ സെയിം ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലോട്ടും വന്നിട്ടുള്ളത്. ഈ സെയിം ഡിസൈൻസ് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ബേ വിൻഡോയുടെ പോർഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പോർഷനെ പറ്റിയിട്ട് നന്നായിട്ട് ഷിജ തന്നെ പറയും. അല്ല, യൂഷ്വലി എല്ലാവരും ഒരു ബേ വിൻഡോ എന്നുള്ള കോൺസെപ്റ്റില് ഫുൾ കവേർഡ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്ന, ഒരു ബെഞ്ച് പോലെ അടിയിൽ സ്റ്റോറേജ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു കൗച്ച് ചെയ്യാന്ന് പറഞ്ഞു. അത് അവർ ആ ഫുൾ ഫ്രീഡം തന്നുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി ആ ഹെഡ് ബോർഡ് നോക്കിയാൽ കാണാം, അതിന്റെ സെയിം ഒരു വർക്കാണ് നമ്മൾ അപ്പോൾ സെയിം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ കോർണിസ് വർക്ക് എല്ലാം സെയിം ആയിട്ട്, അതായത് ബെഡിൽ നടത്തിയെടുത്തൊരു പോർഷൻ പോലാണ് ഓരോ. അതുപോലെ ഈ ഇതും ഒരു മാച്ചിങ് ആയിട്ട് സിമിലർ ഡിസൈൻ കൊണ്ടുവന്നിരിക്കും. ഒട്ടുമിക്ക ക്ലയൻസ് അങ്ങനെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതുപോലെ സെയിം നമ്മുടെ ഈ വിൻഡോസും ഡോസും എല്ലാം തന്നെ ടീക്കിൽ തന്നെ ചെയ്ത് PU ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ പിന്നെ വാൾപേപ്പർ അതും മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ പിന്നെ വാക്ക് ഇൻ വാർഡ്രോബ് ആയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ജയന്റ് മിറർ കൊടുക്കുന്നോണ്ട് തന്നെ ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതും ടീക്കാണ്. ഇതെല്ലാം ടീക്ക് തന്നെയാണ്. ഇത് അവര് യൂസ്ഡ് ക്ലോത്ത്സ് ഇടാൻ വേണ്ടിയിട്ടും ഇത് ലോണ്ടറിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിലൊക്കെ നല്ല ഫിനിഷിൽ തന്നെ ചെയ്തെടുത്തിട്ട് ഒരു കൊളോണിയൽ ഫിനിഷ് തന്നെ. പിന്നെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്ത്, പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലായിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞു. ഇതൊരു മൾട്ടി ഫംഗ്ഷനിലാന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് മെയിൻലി ആ ഒരു പോർഷൻ വരുന്നത് അയണിംഗ് ആണ്. അയണിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് വാഷ് ചെയ്ത ക്ലോത്ത്സ് കൊണ്ടിടാനും അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാനും അങ്ങനെ 2 സെപ്പറേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ പാസേജ് പോകുന്ന രീതിയിൽ ഏരിയ, കമ്പ്യൂട്ടർ ഏരിയ പോലെ ഒരു ഏരിയ സെറ്റ് ആയിട്ട്. ഇതൊക്കെ ടീക്കിൽ തന്നെ, എല്ലാം ടീക്ക് തന്നെയാണ് ചെയ്തത്. ഇവിടെ പിന്നെ കീസ് ഒക്കെ ഇടാൻ അതുകൊണ്ട് ആർട്ടിസ്റ്റിനെ കൊണ്ട് ആ കീഴെ ഇതും ചെയ്യിപ്പിച്ചെടുത്താണ് അല്ലേ. അല്ല, ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വാൾപേപ്പർ ആണെന്ന് തന്നെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതൊക്കെ ഇത് വാൾപേപ്പർ ആണ്. ലിൻഡൽ ലെവലിൽ തന്നെ ഇങ്ങനെ പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു വലിയ മിറർ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത് കൺജഷന്റെ ഫീലിയാതിരിക്കാനായിട്ടാണ്. അതുകൊണ്ട് DB ആ സൈഡില് DB അവിടെ ഹിഡൻ ആയതുകൊണ്ട് തന്നെ കാണത്തൂല്ല. ഈ ഒരു ബെഡ്റൂം കൂടെ കാണാം. ഇവിടുത്തെ ഡോസ് എല്ലാം തന്നെ നല്ല ഹൈറ്റിൽ തന്നെയാണ്. അതെ ഹൈറ്റ് ആണ്. എല്ലാം 240 ലെവലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാം PU ഫിനിഷ്. ഈ ഒരു ഡിസൈൻ ഒക്കെ കൊള്ളാം. ജസ്റ്റ് ഓരോരോ രീതിയിൽ തന്നെ ഇങ്ങനെ എടുത്ത് സെയിം സൈസ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പഠിക്കാനില്ല, പുറത്ത് പഠിക്കുകയാണ്. 2 സൈഡില് സൈഡ് ടേബിൾ ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട്. കാരണം ഇവിടുത്തെ ആള്, അതായത് ഇവിടുത്തെ മോൻ ഇവിടെ ഇല്ല. അപ്പോൾ ഈ റൂം അങ്ങനെ വേക്കൻ്റ് ആണ്. നമ്മൾ ഇവിടെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ആണ്. ഈ ഒരു സ്പേസിൽ ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഡ്രോയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അതെ, ഈ ഒരു ബാത്റൂം ആണെങ്കിലും ഇവിടെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു ക്യൂബിക്കിളും ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അവിടെ നീറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ടൈൽസും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. സിംബോളോടെ ടൈല് തന്നെ. ഒരു ലിവിങ്ങിന്റെ 2 സൈഡ് കോർട്ട്യാർഡാണ്. നല്ല ക്രോസ് വെന്റിലേഷൻ ആണ് ഇവിടെ നിൽക്കുമ്പോഴേ. നല്ല രസമുണ്ട്. അല്ല, കുറച്ച് കോസി ഫീൽ ഉണ്ട്. നമുക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സൈഡും അങ്ങനെ വന്നുകൊണ്ട് നല്ല ക്രോസ് വെന്റിലേഷൻ ആണ്. അപ്പൊ ഈ ഒരു കോർട്ട്യാർഡ് ഒരു യൂട്ടിലിറ്റിയും കൂടെ ഉണ്ട്. ഇവിടുത്തെ ആ അങ്കിള് മേളിലോട്ട് എപ്പോഴും കയറി, ആളുടെ ഒരു വേൾഡ് ആണ് മേളിലെന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഏരിയ. നമുക്ക് ഇത് കയറി മേളിലോട്ട് ചെല്ലാം. ഇവിടെ ടാങ്കും വാട്ടർ ടാങ്ക് ഒക്കെ ഉള്ളത്. നല്ല സ്പേസ്, തുണി ഇടാനും നനച്ച തുണിയൊക്കെ ഇടാനും വിരിക്കാനും ഒക്കെ ആയിട്ടും പിന്നെ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു GI ചെയ്തേക്കുന്നത് സ്ലാൻഡേർഡ് ആയിട്ട്. അതെ, പ്രൈവസിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ എയർ പാസേജ് കിട്ടും. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാൻ തോന്നുന്നു അല്ലേ. അതെ.
ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലോട്ട് അത് ഇങ്ങനെ ഇൻ കേസ് ഇപ്പൊ ഒരു മെയിൻ്റനൻസിന് ഒരാളൊക്കെ വരികയാണെങ്കിലും നമുക്ക് വീടിന്റെ അകത്തോട്ട് വരണ്ട, അതുവഴി കയറാം. പിന്നെ നമ്മളിപ്പോ ഒരു റീപ്ലാൻ ചെയ്യാണെന്തെങ്കിലും ആ മണ്ണ് നമ്മുടെ ടൈല് വഴി കൊണ്ടുപോകണ്ട, അങ്ങനെ ചെയ്യാനായിട്ടുള്ള രീതി. ഇവിടെ ഒരു ഗ്ലേസ്ഡ് വിൻഡോ, ഫിക്സ്ഡ് വിൻഡോ അല്ലേ? അത് ജസ്റ്റ് ആ വാഷ് ഏരിയന്ന് ഒരു വ്യൂവിന് വേണ്ടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിട്ട്. വാഷ് ഏരിയ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടുത്തെ ഒരു ഭംഗി അങ്ങോട്ടേക്കും, അവിടുത്തെ ലൈറ്റ്സിന്റെ ഭംഗി ഇങ്ങോട്ടേക്കും ഒക്കെ കിട്ടത്തക്ക രീതി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതി തന്നെ ടഫിന്റെ ഗ്ലാസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അതുകൊണ്ട് മുന്നേ വീട് പണിത് പൂട്ടിയിട്ടിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. ആ 2 കൊല്ലം മുന്നേ എൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി വീട് എങ്ങനെ പണിയണം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു ആർക്കിടെക്റ്റിന് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യമായിരുന്നത്. സാറിൻ്റെ ഒരു അഡ്രസ്സ് എനിക്ക് കിട്ടി. ഞാൻ ഡയറക്റ്റ് അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചു. അല്ല, സിംഗിൾ സ്റ്റോറി ആവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാമത് റിട്ടയർ ആകാൻ പോവാണ് ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മകനുള്ളൂ. പല വീടുകളിലും അപ്സ്റ്റെയർ നമ്മളിപ്പോൾ ഒരു വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ അപ്സ്റ്റെയറിലെ കൊച്ചിനെ ചിലപ്പോൾ ബെല്ലടിച്ചിട്ട് വിളിച്ചാലും ചിലപ്പോൾ അവൻ താഴെ വരില്ല. പിന്നെ അവരുടെ ഫാമിലി ആ കണക്ഷൻ നമുക്ക് അതിൽ നിന്നും കുറേ മനസ്സിലാവണമുണ്ട്. പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മാത്രമേ വരുള്ളൂ, പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ നമ്മൾ ഏജ്ഡ് ആവുകയാണ്, അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് കയറി പോകാൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ ആൾക്കാർ, കാരണം പ്രായമാകുമ്പോൾ പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ലാൻഡ് ഇത്തിരി കൂടി സ്പേഷ്യസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇനഫ്. അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ഇൻട്രാക്ഷൻ ഈസിലി പോസിബിൾ ആണ്. പിള്ളേരുടെ കപ്വേർഡ്സ് ആണ് ടോപ്പിൽ, കാരണം വേറെ ആരുമില്ല. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം, അവിടെ ആരും ചോദിക്കൂല. ആ ഒരു അവസ്ഥ വേണ്ടാന്ന് വെച്ചിട്ട് മെയിനായിട്ട് ചെയ്തത്. പിന്നെ പ്ലസ് ഏജിലല്ലേ, നമുക്ക് എപ്പോഴും മുകളിലേക്ക് കയറാൻ പറ്റില്ല. സിംഗിൾ സ്റ്റോറി ആവണം, ഇത്തിരി കൂടി ഏരിയ ആവണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ വെച്ചു. സ്റ്റാൻഡേർഡ് ഹൈറ്റിനെക്കാട്ടിലും കൂടുതൽ വെച്ചു. അപ്പോൾ അത് സാറും കൂടി ഒരു ഐഡിയ തന്നെയാണ്. നമുക്കിപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള എയർ ഫ്ലോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്നവർ വളരെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്കും പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഈ കോർട്ട്യാർഡുകൾ, 2 കോർട്ട്യാർഡുകളിലും നല്ലോണം ഓടി കളിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ലിവ് ഇൻ. നല്ല രസമായിട്ട് തോന്നിയത് ചെടികളുടെ ഹെൽത്താണ്. മൊത്തത്തിൽ ആ ഓരോ ചെടിക്കും നല്ല ഹെൽത്തി ആയിട്ടാണ്. അതൊരു എക്സ്ട്രാ കെയർ ആണ് കാണിക്കുന്നത്. ചെടികൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതിൽ മനസ്സിലായി. വെരി ഗുഡ്. പലപ്പോഴും എളുപ്പമല്ല ഇത്ര ഹെൽത്തി ആയിട്ട് ചെടികൾ കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നെയ്ബേഴ്സിനൊക്കെ വളരെ ഇഷ്ടം, അത് നിങ്ങളുടെ കസിൻസ് ഒക്കെ തന്നെയാണ്. അവര് കൂടുമ്പോൾ ഇവിടെ കൂടാം, ഇതാണ് കുറച്ചും കൂടി കൂടാൻ രസമുള്ളതെന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് അത് ഭയങ്കര ഇഷ്ടം. അവർക്ക് പോകില്ല, വിളിച്ചാലും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നാ എന്ന് പറയുള്ളൂ. അതാ പറഞ്ഞ. അപ്പോൾ അതൊരു നമ്മൾ ചെയ്ത ഒരു സാധനത്തിന്റെ സക്സസ് ആണ്. ഇപ്പൊ ഒരു കോർട്ട്യാർഡ് കണ്ടു, അത് ഉപയോഗിച്ച് അതിലെ പലരും എൻജോയ് ചെയ്യണമെന്ന് വരുമ്പോഴാണ് ആ ഒരു ഡിസൈൻ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചെയ്ത് ഭംഗിയിലിടാം, പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ്, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മോർണിംഗിലൊക്കെ കുറെ കിളികൾ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടം. അത് ജനൽ തുറന്നിട്ട് അവിടെ കിടന്നാലും ആള് പറയാം കുറെ കിളികളുണ്ടെന്ന് പറയും. ഇത് ഭയങ്കരമായിട്ട് ട്രിം ചെയ്ത് പോയി. അതെ, അത് എനിക്കത് ഓവറായിട്ട് ഗ്രോ ആയിട്ടേ അവിടെ പോയി മുട്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാ. അതിനുശേഷമാണ് സാറ് വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ അത് പ്ലാൻ ചെയ്തിട്ട് കട്ട് ചെയ്യുമായിരുന്നുള്ളൂ.